ജോർദാനിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ എളുപ്പത്തിൽ ഇറാന് സാധിക്കുകയും ചെയ്യും. പക്ഷേ അത്രത്തോളം കരുത്ത് ഇറാനെ സംബന്ധിച്ച് ഇത്രയും ആയുധങ്ങളുടെ ഒരു ശേഖരണം ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും ആയുധ ശേഖരണം ഒന്നും തന്നെ ഇറാനെ സംബന്ധിച്ചില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു വലിയ പ്രത്യാക്രമണം ഉണ്ടായതിനു ശേഷം അതിൽ അമേരിക്കയെ തിരിച്ചടിക്കാതെ ഒരു പക്ഷേ ഇസ്രായേലിലേക്ക് കൂടുതൽ ആക്രമണം നടത്തേണ്ട കാര്യം ഏറ്റവും എളുപ്പത്തിൽ ഇസ്രായേലിനെ കൂടുതൽ രീതിയിൽ പ്രഹരമേൽപ്പിക്കാൻ ഇറാന് സാധിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഉണ്ട്, അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇസ്രായേലിന് എങ്ങനെ ഈ പറയുന്ന ഇറാനിലേക്ക് മിസൈലുകൾ തൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഇറാഖിൻ്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഇറാഖിൻ്റെ അധീനത അമേരിക്കയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ വ്യോമപാത തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇറാഖിന് അതിൽ മേലിൽ കയറി കഴിക്കാനോ അല്ലെങ്കിൽ അതിലൊരു തടയിടാനോ സാധിക്കാത്തൊരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ കടന്നു വന്ന് ഇറാനെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നത്. അതായത് ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ്. അതായത് സൈനിക കേന്ദ്രങ്ങൾ എല്ലാം ഉള്ളത് ടെഹ്റാനിലാണ്, ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളുള്ളത് ടെഹ്റാനിലാണ്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഇസ്രായേലിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. അതിൽ ജെറുസലേം ഈ വെസ്റ്റ് ബാങ്കിനോട്, അതായത് പിടിച്ചടക്കപ്പെട്ട മേഖലകളാണ്, പലസ്തീനിൽ നിന്ന് പിടിച്ചടക്കപ്പെട്ട മേഖലയിലുള്ള ആ അതിർത്തി പ്രദേശത്തുള്ള മേഖലയാണ് ജെറുസലേം. നമ്മൾ അല്പം സമയം മുൻപ് നമ്മുടെ അവിടുത്തെ ജിതിൻ എന്ന അവിടുത്തെ ഇസ്രായേലിലുള്ള മലയാളി നമ്മോട് വ്യക്തമാക്കിയതുപോലെ തന്നെ നിലവിൽ ജെറുസലേം കാര്യമായിട്ടുള്ള ആക്രമണമൊന്നും തന്നെ ഇന്നുണ്ടായിട്ടില്ല. അത് തെറ്റായ വാർത്തയാണെന്നുള്ള സ്ഥിരീകരണം അദ്ദേഹം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മേഖലകളിലാണ് ടെൽ അവീവ്, ഒപ്പം തന്നെ ഈ ഭാഗത്തായിട്ട് ഹൈഫ വരും. ഹൈഫയിലും ഒക്കെ തുറമുഖ മേഖലകളാണ്. അവിടെയാണ് കൂടുതൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇറാൻ എന്നുള്ളത് തന്നെയാണ്. പിന്നീട് നോക്കുമ്പോൾ തെക്കൻ ഇസ്രായേൽ മേഖലയിൽ ഇവിടെ കാര്യമായ രീതിയിലുള്ള ആക്രമണം ഇതുവരെയും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ മാത്രം ഇസ്രായേലിൻ്റെ ഡിസ്ട്രിക്ട് മേഖലകളിലൊക്കെ ഈ തെക്കൻ മേഖലകളിൽ ചെറിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ മാത്രമേ ഇറാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റൊന്ന്, തമ്ര അടക്കമുള്ള നഗരപ്രദേശങ്ങളാണ്. അത് ഈ പറയുന്ന ടെൽ അവീവിനും ഒപ്പം തന്നെ ഹൈഫൈ തുറമുഖ നഗരത്തിനും ഒക്കെ ഇടയിലായി ഇട്ടുള്ള ഒരു പ്രദേശമാണ് തമ്ര. അത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവിടേക്കും കൂടുതൽ അറ്റാക്ക് നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ അറ്റാക്ക് നടക്കുമ്പോൾ തമ്ര അടക്കമുള്ള ജനവാസ മേഖലകളിലും ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെയാണ് ഒരു ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കരയുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാനിൽ നിന്ന് നേരിട്ട് ഇറാനെയും ഒപ്പം തന്നെ നമ്മൾ ഇസ്രായേലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഇസ്രായേലിനാണ് ഉണ്ട്. ആയുധ ശേഖരങ്ങൾ സംവിധാനങ്ങളും മറ്റ് വ്യോമ സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് ഇസ്രായേലിനാണ്. പക്ഷേ കരസേനയുടെയും ഒപ്പം തന്നെ നാവികസേനയുടെയും ഒക്കെ കരുത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇറാൻ തന്നെയാണ്. പക്ഷേ ആ സാഹചര്യത്തിലേക്ക് പോകില്ല. ഒരു കരയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിനുള്ള സാഹചര്യം ഒരു പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും അടുത്തടുത്തായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഒരു കരയുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യോമാക്രമണം, വ്യോമ യുദ്ധം മാത്രമാണ്, ഒരു ആകാശ യുദ്ധം മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇറാന് ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. കാരണം അത്രയും സംവിധാനം ഇറാനില്ല എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും സംവിധാനമില്ല. അപ്പോൾ അമേരിക്ക കൂടി ഈ ഒരു യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിൻ്റെ മുഖത്തേക്ക് വരുമ്പോൾ ഇറാൻ ഇനി എത്രത്തോളം പിടിച്ചു നിൽക്കും സാധിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ റഷ്യ അടക്കമുള്ളവരുടെ ഒരു പിന്തുണ ഉണ്ടാകും എന്ന് അവർ കരുതുന്നു. പക്ഷേ റഷ്യ കഴിഞ്ഞ 2 വർഷത്തിൽ മേലെയായി യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വളരെ രീതിയിൽ തകർന്നടിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അവരെ സംബന്ധിച്ച് കൂടുതൽ ആയുധങ്ങളോ പടക്കോപ്പുകളോ ഒക്കെ ഇറാന് കൈമാറാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്കിനി അറിയേണ്ടതായിട്ടുള്ള അതിന് ഒരു വ്യക്തമായ ഒരു ചിത്രം ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നത്. കാരണം അടുത്തിടെ നോർത്ത് കൊറിയയിൽ നിന്നടക്കമാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ ഒക്കെ റഷ്യ വാങ്ങിച്ചെടുക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള സാഹചര്യത്തിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് അത്രയും വലിയൊരു സഹായം ഇറാന് ലഭിക്കുന്നില്ല. കാരണം ഇറാനിൽ നിന്ന് എണ്ണയുടെ ഒക്കെ സഹായം റഷ്യയെ സംബന്ധിച്ച് വേണ്ടി വരുന്നില്ല. അത്രത്തോളം റഷ്യക്ക് തന്നെ സ്വന്തമായി എണ്ണ ഉൽപ്പാദനം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു സാഹചര്യം റഷ്യയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യക്ഷത്തിലുള്ള സഹായത്തിലേക്ക് ഇറാനെ സഹായിക്കാൻ റഷ്യ തുനിയുമോ എന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. മറ്റൊന്ന്, ഇവർ ആഗ്രഹിക്കുന്നത് ചൈനയുടെ ഒരു പിന്തുണയാണ്. ചൈന നമുക്കറിയാം ഇത്രയും നാളായി മറ്റു രാജ്യങ്ങളെ ഒന്നും സഹായിക്കാത്ത, അല്ലെങ്കിൽ പിന്തുണയുണ്ട് അല്ലെങ്കിൽ പ്രസ്താവനയോടെ ശക്തമായുള്ള ഒരു ആക്രമണം നടത്തുന്നതല്ലാതെ മറ്റൊരു ഇടപെടലിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കൊരു ഫിസിക്കലി ഒരു
ഒരു പിന്തുണ നൽകുന്ന തരത്തിലേക്ക് ചൈന ഇതുവരെയും പോയിട്ടുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇറാനുമായി ഏറ്റവും കൂടുതൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ചൈനയാണ്. കാരണം എണ്ണയുടെ വ്യാപാരം സംബന്ധിച്ച് ചൈന ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇറാനെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തന്നെയായിരിക്കും ഇറാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയാൽ ഒരു പക്ഷേ നിലവിൽ ഇസ്രായേലിൽ നിന്നുള്ള ഈ ഒരു അറ്റാക്ക് ഒരു പരിധിവരെ അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. കാരണം നിലവിൽ നേരത്തെ തന്നെ ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷ പശ്ചാത്തലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇറാനിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ തകർക്കുകയും അതിനുശേഷമായിരുന്നു 2024 ജൂലൈയിലായിരുന്നു അന്ന് ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ വധിക്കുകയും ചെയ്തു. അത്തരത്തിൽ മിസൈൽ ആക്രമണത്തിലൂടെ വധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്നേ ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇറാനിൽ നിന്ന് നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരുക്കുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായും ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സഹായങ്ങളാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് 30-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് പല നഗരപ്രദേശങ്ങളിലും, അതായത് പ്രത്യേകിച്ച് ടെല്ലവീവ്, ഒപ്പം തന്നെ ഹൈഫ അടക്കമുള്ള മേഖലകളിൽ പതിച്ചിട്ടുള്ളത്. യെസ്, അതാണ് സാഹചര്യം. കിരൺ ബാബു കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. കിരൺ, ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഏറെയുള്ള ഇടത്ത് എങ്ങനെ ഈ വ്യോമാക്രമണം നടത്തുന്നു എന്നതാണ് മിഥുൻ വിശദീകരിച്ചത്. ഇപ്പോൾ ബങ്കറിനുള്ളിലാണ് ഈ ഇറാന്റെ പരമോന്നത നേതാവ്. അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നല്ലോ പ്രധാനപ്പെട്ട അവിടുത്തെ സൈനിക നീക്കങ്ങൾ. അപ്ഡേറ്റ് കൂടി നൽകാനുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾ ബങ്കറുകളിലേക്ക് പോകാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ബങ്കറുകളിൽ നിന്ന് തിരിച്ചു വരാം, സേഫാണ്. രാവിലെ തുടങ്ങിയ വ്യോമാക്രമണം പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു, അതിൽ ഭീതി ഇനി വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയതായി റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു രാവിലെ ഈ നേരത്തെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് നീങ്ങിയ മിസൈലുകളെല്ലാം തന്നെ തകർക്കാനോ അല്ലെങ്കിൽ 1-2 മിസൈലുകളെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുണ്ടാവണം. 10ഓളം പേർക്ക് പരിക്കേറ്റെന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി തന്നെ സമ്മതിക്കുന്നുണ്ട്. എത്ര ഇടങ്ങളിലേക്ക് ഈ മിസൈലുകൾ വീണുവെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകൾ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നില്ല എന്ന് ഇസ്രയേൽ എന്തായാലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബങ്കറുകളിൽ നിന്ന് പുറത്തു വരാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാവിലെ വലിയ തോതിൽ 25ഓളം മിസൈലുകൾ ഒരേപോലെയാണ് ആക്രമണം നടത്തിയതെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരുന്നത്. എന്തായാലും അതിൽ ചില മിസൈലുകൾക്ക് മാത്രമേ ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റ് മിസൈലുകളൊക്കെ തകർക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോമിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ജനങ്ങളോട് ബങ്കറുകളിൽ നിന്ന് പുറത്തു പോകാം, സാധാരണ നിലയിലേക്ക് മടങ്ങി വരാം. ഇനി വീണ്ടും ഇത്തരത്തിലേക്കുള്ള മുന്നറിയിപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിസൈലുകൾ ആകാശത്ത് വരുമ്പോഴാണ് ഇസ്രയേൽ നൽകുന്നത്. ഇസ്രയേലിന് അത്തരത്തിലുള്ള സംവിധാനമുണ്ട്. ഇസ്രയേലിന്റെ ആകാശത്തെ ലക്ഷ്യമാക്കി എവിടെ നിന്നെങ്കിലും മിസൈലുകൾ വരുന്നുണ്ട് എങ്കിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുന്നറിയിപ്പ് നൽകും. ജനങ്ങളുടെ വീടുകളോടും സ്ഥാപനങ്ങളോടും പൊതുസ്ഥലങ്ങളോടും എല്ലാം ചേർന്ന് ബങ്കറുകളുണ്ട്. ജനങ്ങൾ പെട്ടെന്ന് തന്നെ ബങ്കറുകളിലേക്ക് മടങ്ങും. ആ ആക്രമണത്തിന്റെ പരിധി അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ബങ്കറുകളിൽ നിന്ന് മടങ്ങി വരാം. എന്തായാലും ഇപ്പോൾ രാവിലത്തെ ഒരു ഭീതി അവസാനിച്ചിരിക്കുന്നു. ബങ്കറുകളിൽ നിന്ന് മടങ്ങി വരാനുള്ള നിർദ്ദേശം എന്തായാലും ഇസ്രയേൽ നൽകിയിരിക്കുന്നു. യെസ്, അതാണ് തൽക്കാലം ബങ്കറുകളിൽ നിന്ന് മടങ്ങി വരാൻ നിർദ്ദേശമുണ്ട്. ഇത് ഇടവിട്ട സമയങ്ങളിൽ അവിടെ സർക്കാർ അധികൃതർ നൽകുന്ന നിർദ്ദേശമാണ്.